ഹലോ, ഇന്ന് കസിൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എത്തിയതിന് ശേഷമാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ലേറ്റായി. അമ്മായിമാരും അനിയത്തിയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ചെക്കൻ്റെ വീട്ടുകാരും വന്ന് അവിടെ എല്ലാവരും വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിരുന്നു. അപ്പോഴേക്ക് ഞങ്ങൾ വേഗം ഉള്ളിലേക്ക് കയറി. ശുഭയുടെ പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് അപ്പുറത്തേക്ക് പോയി. അപ്പോൾ വരുന്ന വഴിയിൽ തന്നെ വല്യച്ഛൻ ഉണ്ടായിരുന്നു. വല്യച്ഛനോട് കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അകത്തോട്ട് പോയത്. അപ്പോഴേക്ക് പിന്നെ അവരൊക്കെ കയറി അവർക്ക് വെള്ളം കുടിക്കലും പിന്നെ ചടങ്ങുകൾക്കൊക്കെ നിന്നു. അതിൻ്റെ മുന്നേ ഉണ്ണിയെ ഓള് മാറ്റിയതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു. പിന്നെ അവിടെ രണ്ട് കുടുംബക്കാരും ഒന്നിച്ചിരുന്ന് സംസാരം ഇതൊക്കെ ഉണ്ട്. അതിനു വേണ്ടി സിധു നിലവിളക്കും കൊണ്ട് പോവുകയാണ്. അങ്ങനെ അവൾ വിളക്കൊക്കെ അവിടെ വെച്ച് പിന്നെ അവർ കുറച്ച് ടൈം കുടുംബക്കാർ തമ്മിലുള്ള സംസാരവും വിശേഷങ്ങളൊക്കെ ഇരുന്നു. അതിന് ശേഷമാണ് റിംഗ് എക്സ്ചേഞ്ചിലേക്ക് കടന്നിട്ടുള്ളത്. സിഡു എന്ന് ഞങ്ങൾ വിളിക്കണ ശ്രവ്യ എന്നാണ് അവളെ പേര്. അങ്ങനെ റിംഗ് എക്സ്ചേഞ്ചിലേക്ക് കടന്നിട്ടുണ്ട്. റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു. പിന്നെ ഫോട്ടോ എടുപ്പാണ് എല്ലാവരും. ബാബുവേട്ടനും മിൻചേച്ചിയും സിത്തും അവളെ ഹസ്ബൻഡും സീനും ഒക്കെയാണ്. ഇതാണ് സിത്തു. അവൾക്ക് കുട്ടി 28 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവളെ വളകാപ്പിൻ്റെ ഫങ്ഷനൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് കയറിയൊരു ഫോട്ടോ എടുക്കുമ്പോൾ തകർപ്പായിരുന്നു അത്. ഒച്ചപ്പാട് ബഹളോ എല്ലാവരും കൂടി ഒന്നിച്ചൊരു ഫോട്ടോ എടുപ്പ്. അത് നല്ലൊരു രസമുള്ള പരിപാടിയായിരുന്നു. എല്ലാവരും കൂടി ഒന്നിച്ച് കിട്ടൂല എന്നങ്ങനെ. പിന്നെ കുറച്ച് പേര് അങ്ങോട്ട് മാറും, കുറച്ച് പേര് ഇങ്ങോട്ട് മാറും. എങ്ങനെയായാലും ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് നല്ല സൂപ്പർ ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം ഞങ്ങൾ പിന്നെ മുകളിൽ റോട്ടുമ്മയ്ക്ക് ഇറങ്ങി. ഞങ്ങൾ ഉള്ള ഫോട്ടോ എടുക്കൽ തുടങ്ങി. ഫോണിൽ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടും സ്റ്റാറ്റസ് വയ്ക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോഴല്ലേ എല്ലാവരും ഒന്നിച്ച് നിന്ന് ഫോട്ടോ എടുക്കൽ. അതൊരു തകർക്കലല്ലേ, എല്ലാവരും കൂടി ഒന്നിച്ചൊരാഘോഷം. അപ്പോൾ ഞങ്ങളവിടെ അങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴാണ് അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴത്തേക്ക് തന്നെ ഇറങ്ങി വന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമായിരുന്നു. ഞങ്ങളെല്ലാവരും ഏതായാലും ഒന്നിച്ച് ഞങ്ങൾ ആ ടേബിൾമ കൊണ്ടു. നല്ല ചിക്കൻ ബിരിയാണി ഞങ്ങൾ നല്ല ആസ്വദിച്ചങ്ങ് തട്ടൽ തട്ടി. കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് പോകുന്നു. നിശ്ചയം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിരുന്നു. എന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഇനി പോവുകയാണ്. അപ്പോൾ അമ്മയുണ്ട്. അമ്മ കക്കോളത്തേക്ക് അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മമ്മയെ കൊണ്ടാക്കില്ല. അമ്മമ്മ പാടിക്കാട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ വെട്ടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്.